ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 19. കേരളത്തിന് തുടിപ്പേകിയ കേരളപുത്രൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ MS വല്യത്താൻ. ഭിഷഗ്വരൻ എന്ന നിലയിൽ മാത്രമല്ല, വ്യത്യസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച അദ്ദേഹം ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്ന ഡോക്ടർ വല്യത്താൻ കേരളത്തിന്റെ മെഡിക്കൽ സാങ്കേതിക വിദ്യയ്ക്ക് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകിയവരിൽ ഒരാൾ എന്ന നിലയ്ക്കും എന്നും ഓർമ്മിക്കപ്പെടും. ആധുനിക വൈദ്യശാസ്ത്രവുമായി കാര്യമായ വിനിമയങ്ങളില്ലാതിരുന്ന ആയുർവേദത്തെക്കുറിച്ച് വല്യത്താൻ നടത്തിയ ഗവേഷണ പഠന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ഇടപെടലുകളുടെ ശ്രദ്ധേയമായ സംഭാവനയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 1956 MBBS പൂർത്തിയാക്കിയ ശേഷം ഇംഗ്ലണ്ടിലെ ലിവർപൂൾ യൂണിവേഴ്സിറ്റി, എഡിൻബറോ റോയൽ കോളേജ് ഓഫ് സർജൻസ്, അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി, കാനഡ റോയൽ കോളേജ് ഓഫ് ഫിസീഷ്യൻസ് എന്നിവിടങ്ങളിൽ സർജറിയിൽ ഉപരിപഠനവും പരിശീലനവും നേടി. ആദ്യമായി കൃത്രിമ ഹൃദയവാൽവ് വികസിപ്പിച്ച ഡോക്ടർ ചാൾസ് ഹഫ്നഗലിൻ്റെയും ഹൃദയ ശസ്ത്രക്രിയയിൽ പല സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയ ഡോക്ടർ വിൻസെൻ്റ് ഗോട്ടിൻ്റെയും കീഴിലെ പരിശീലനം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് വല്യത്താന് വലിയ പ്രചോദനമായി. ഹൃദ്രോഗ ചികിത്സയുടെ ചെലവ് ഗണ്യമായി കുറച്ചതിൽ വല്യത്താൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. 18 വർഷത്തിനിടയിൽ 10,000-ലേറെ ഹൃദയ ശസ്ത്രക്രിയകളാണ് നടത്തിയത്. ഉന്നത പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി ജോലി ചെയ്യുന്നതിനിടെ വല്യത്താനെ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോനാണ് കേരളത്തിലേക്ക് ക്ഷണിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ന്യൂറോ വിഭാഗത്തിന് പ്രത്യേക ആശുപത്രി തുടങ്ങുകയെന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ. ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ പ്രധാനപ്പെട്ട സ്ഥാപനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് വല്യത്താനിലൂടെ തുടക്കമാവുകയായിരുന്നു. 20 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ശ്രീചിത്രയെ പാർലമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ദേശീയ പ്രാധാന്യമുള്ള ഗവേഷണ കേന്ദ്രമായി വളർത്തിയെടുക്കുന്നതിൽ വല്യത്താൻ്റെ അക്ഷീണ പ്രയത്നമുണ്ട്. സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നിന്ന് ഗവേഷണത്തിലേക്കും മെഡിക്കൽ സാങ്കേതികവിദ്യയുടെ പുത്തൻ പ്രയോഗങ്ങളിലേക്കും ശ്രീചിത്ര ഉയർന്നു. ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലുള്ള പരീക്ഷണം വല്യത്താൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അങ്ങനെയാണ് മെക്കാനിക്കൽ വാൽവ് വികസിപ്പിക്കുന്നതിന് തുടക്കമായത്. 15 വർഷം നീണ്ട ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്ത ചിത്ര വാൽവ് 1990-ലാണ് ആദ്യമായി രോഗിയിൽ വിജയകരമായി ഘടിപ്പിച്ചത്. ഇപ്പോൾ 1.25 ലക്ഷത്തോളം മനുഷ്യഹൃദയങ്ങളിൽ ശ്രീചിത്രയുടെ ഹൃദയ വാൽവുകൾ തുടിക്കുന്നുണ്ട്. കൂടാതെ വാസ്കുലർ ഗ്രാഫ്റ്റ്, ബ്ലഡ് ബാങ്ക്, ഓക്സിജൻ, കാർഡിയോട്ടോമി റിസർവോയർ തുടങ്ങിയ ഡിസ്പോസിബിൾ ഉപകരണങ്ങളും വികസിപ്പിച്ചെടുത്തു. ഈ ഉപകരണങ്ങൾക്കെല്ലാം ആഗോളതലത്തിൽ പ്രമുഖ മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ലഭിച്ചു. 1994-ൽ ശ്രീചിത്രയിൽ നിന്ന് വിരമിച്ച ശേഷം മണിപ്പാൾ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക വൈസ് ചാൻസലറായി ചുമതലയേറ്റു. 2000-ൽ വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞ ശേഷം പ്രാചീന ഭാരതത്തിലെ പഠന സമ്പ്രദായവും ആയുർവേദത്തിൻ്റെ ചരിത്രവും പഠിക്കാനും ആയുർവേദത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ ഗവേഷണത്തിനും കേന്ദ്രീകരിച്ചു. ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരുടെ കൃതികൾക്ക് നവീന വ്യാഖ്യാനങ്ങൾ എഴുതി പുതിയ തലമുറയ്ക്ക് സമർപ്പിച്ചു. ആയുർവേദത്തിലെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നിരീക്ഷണവും കണ്ടെത്തലുകളും ആധുനിക വൈദ്യശാസ്ത്ര ചരിത്രത്തിനു മുന്നിൽ വൈദഗ്ധ്യത്തോടെ ഈ കൃതികളിലൂടെ അവതരിപ്പിച്ചു. ആയുർവേദത്തിൻ്റെ സാധ്യതകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടെ എഴുതപ്പെട്ടതാണ് ലെഗസി ഓഫ് ചരക, ലെഗസി ഓഫ് സുശ്രുത, ലെഗസി ഓഫ് വാഗ്ഭട എന്നീ കൃതികൾ. അതേസമയം ഭാരതത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളെ നൂറ്റാണ്ടുകളായി ജാതിയുടെ പേരിൽ അറിവിൽ നിന്ന് അകറ്റി നിർത്തിയത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അറിയാനും അന്വേഷിക്കാനുമുള്ള കുത്തകാവകാശം ചിലർ സ്വന്തമാക്കി വെച്ചത് കൊടും ക്രൂരതയാണെന്നും വല്യത്താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളെ പിന്തുടർന്നപ്പോഴും ചികിത്സയുടെയും സേവനത്തിൻ്റെയും നൈതികതയും മനുഷ്യസ്നേഹവും എന്നും കാത്തുസൂക്ഷിച്ച വലിയ മനുഷ്യനെയാണ് വല്യത്താൻ്റെ വേർപാടിലൂടെ കേരളത്തിന് നഷ്ടമായത്.